നമ്മൾ എവിടെയെങ്കിലും ഇതിൽ അള്ളാഹു അക്ബർ കേട്ടിട്ടുണ്ടോ? പിന്നെ അതിനകത്തിലെ ഹിന്ദു എലമെന്റ്സ് ആണ്. ദേവതാ സങ്കല്പങ്ങളുണ്ട്, ദുർഗ എന്ന രീതിയിൽ പറയുന്നുണ്ട്, സരസ്വതി സങ്കല്പങ്ങളുണ്ട്, ലക്ഷ്മി സങ്കല്പങ്ങളുണ്ട്. ഇത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഈ ലാൻഡിന് ഒരു കൾച്ചറുണ്ട്. നിങ്ങൾ സെക്യുലർ ആയിരിക്കാം, നിങ്ങൾ എന്തോ ആയിരിക്കാം, പക്ഷേ ഈ ലാൻഡിന്റെ ഒരു കൾച്ചറുണ്ട്. ഇന്ത്യയുടെയും ഈ ലാൻഡിന്റെ കൾച്ചറിന്റെ ഭാഗമാണ് ഈ സരസ്വതിയും ദുർഗയും ഒക്കെ. ഒരു ചെറിയ ഉദാഹരണം പറയാം. ജമ്മു ആൻഡ് കാശ്മീർ റൈഫിൾസ് സൈന്യം പൂർണ്ണമായും മതേതരമാണ്, സെക്യുലറാണ്. ജമ്മു ആൻഡ് കാശ്മീർ റൈഫിൾസിന്റെ വാർ ക്രൈ എന്താ? ദുർഗെ മാതാ കീ ജയ്. സെക്യുലർ ഫംഗ്ഷനാണ്. അതിനെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത സമയം മുതൽ ഇന്ന് വരെയും അതിന്റെ വാർ ക്രൈ ദുർഗെ മാതാ കീ ജയ്. രാജ്പുതാന റൈഫിൾസ് പറഞ്ഞല്ലോ, അവരുടെ വാർ ക്രൈ എന്താണ്? അതിനകത്തിലും മറ്റു മതവിഭാഗങ്ങളിലുള്ള ആൾക്കാരും പങ്കെടുക്കുന്ന ചെറിയ വിഭാഗത്തിലാണെങ്കിലും ആൾക്കാരുണ്ട്. എന്താ പറയുന്നവർ? രാജാ രാമചന്ദ്ര കി ജയ് എന്നവർ. 25% നോൺ ഹിന്ദുസ് ഉള്ള ജമ്മു ആൻഡ് കാശ്മീർ റൈഫിൾസിന് ദുർഗെ മാതാ കി ജയ് എന്ന് പറയാമെങ്കിൽ വന്ദേ മാതരത്തിൽ ദുർഗെ പറഞ്ഞാൽ എന്താ കുഴപ്പം? കാരണം അത് ഈ ലാൻഡിന്റെ കൾച്ചറിന്റെ ഭാഗമാണ്. അതിൽ യാതൊരു പ്രശ്നമില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഓർഡർ ഇടുന്ന സുപ്രീം കോടതിയിൽ എഴുതി വെച്ചിരിക്കുന്ന സത്യമേവ ജയതേ എന്ന് പറഞ്ഞ എവിടെ നിന്ന് എടുത്തിരിക്കുന്നത്? ഹിന്ദു സ്ക്രിപ്ചറല്ലേ എന്ന് വെച്ചാൽ എടുത്തിരിക്കുന്നതിന് ഇതെല്ലാം എടുത്തിരിക്കുന്ന 2014 ശേഷം നരേന്ദ്രമോദി വന്നിട്ടല്ലോ. അങ്ങനെ എത്രയോ സാധനങ്ങളിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് റെജിമെന്റൽ ക്രൈ, സ്വാമിയെ ശരണമയ്യപ്പ ഉണ്ട്. ഞാൻ പറഞ്ഞത് ഇതെല്ലാം നമ്മുടെ കൾച്ചറിന്റെ ഭാഗം. നമ്മൾ എവിടെയെങ്കിലും ഇതിൽ അള്ളാഹു അക്ബർ കേട്ടിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താ? ഈ ലാൻഡിന്റെ ഇൻഹറന്റ് കൾച്ചറിനകത്തിൽ അത് ഉണ്ടായിട്ടില്ല. ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ ഈ കാര്യങ്ങൾ ഇത് ശരിക്കും പറഞ്ഞാൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു കുറച്ച് കാലങ്ങളെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ BJP ഭരണം വന്നതിന് ശേഷം ചില കാര്യങ്ങളിലൊക്കെ തന്നെയും ഈ സംഘിവൽക്കരണം എന്ന തരത്തിലോട്ട് ഈ പറയുന്ന ചിലരൊക്കെ തന്നെയും അതിനെ ആക്കി തീർക്കാനായിട്ട് നോക്കുന്നു എന്ന തരത്തിലോട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോഴത്തേക്കും അത് സംഘികൾ കൊണ്ടുവന്നതാണ്, സംഘികളുടെ അതാണ്, ഇതാണ്, മറ്റേതാണ്, മറിച്ചാണ്, ഇത് ഇവിടെ നടത്തത്തില്ല, അതാണ്, ഇതാണ്, മറ്റേതാണ്, മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആവശ്യമില്ലാത്ത അനാവശ്യമായിട്ടുള്ള ചില രീതിയിലുള്ള പ്രചരണങ്ങൾ ഈ പറയുന്ന രീതി പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നായാലും ചിലരുടെയൊക്കെ തന്നെ ഭാഗത്തു നിന്നായാലും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ എടുത്ത് പറയാനുള്ള ഇപ്പോൾ വന്ദേ മാതരത്തെ ചുറ്റിപ്പറ്റി വന്ന ചില കാര്യങ്ങളൊക്കെ തന്നെ, പ്രത്യേകിച്ച് കേരളത്തെ അതൊക്കെ തന്നെ എന്തിൻ്റെ ആവശ്യത്തിനായിരുന്നു അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുകയാണ്. ഈ വന്ദേ മാതരം എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ BJP അധികാരത്തിൽ വന്നതിന് ശേഷം വന്ന ഒരു കാര്യമൊന്നും തന്നെ അല്ലല്ലോ ഈ പറയുന്ന രീതിയിൽ. അപ്പോൾ അതിനെയൊക്കെ ചുറ്റിപ്പറ്റി അനാവശ്യമായിട്ടുള്ള ചില രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ആ ഒരു തരത്തിലോട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് വളച്ചൊടിക്കാനായിട്ട് നോക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ളൊരു കാര്യം തന്നെ. അതിൽ തന്നെയാണ് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ ഈ വാക്കുകൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്. കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ ചില കാര്യങ്ങൾ അതിൽ തന്നെ നമ്മുടെ ആ ഒരു ലാൻഡ് കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അംഗീകരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതൊക്കെ തന്നെ ഈ പറഞ്ഞ രീതിയിൽ നരേന്ദ്രമോദി 2014 ശേഷം അധികാരത്തിൽ വന്നപ്പോഴത്തേക്കും ഉണ്ടാക്കിയ കാര്യങ്ങളൊന്നും തന്നെ അല്ല. കോൺഗ്രസ് ഭരണകാലത്ത് ഇരിക്കുമ്പോൾ തന്നെയും ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ. അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ രീതിയിൽ ഇപ്പോൾ BJP അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടാക്കിയെടുത്ത ഒരു കാര്യമാക്കി മാറ്റുന്ന തരത്തിലോട്ട് അതിനെ ഒരു തരത്തിൽ ഡൈവേർട്ട് ചെയ്ത് വിടുന്നത് ശരിക്കും പറഞ്ഞാൽ അതിനെ വേറൊരു തരത്തിലാണ് കാണേണ്ടതെന്ന് പറയുന്നത്. പക്ഷേ ഈ നമ്മുടെ ഇന്ത്യയിൽ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ കണക്ക് തന്നെ നമ്മുടേതായിട്ടുള്ള ഒരു ലാൻഡ് കൾച്ചർ രീതിയുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പല രീതിയിൽ പല കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. അതിനെയൊക്കെ തന്നെ സംഘിവൽക്കരിച്ചുകൊണ്ട് സംഘികളാണ് ഇതൊക്കെ തന്നെ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ സംഘികളാണ് ഇതൊക്കെ തന്നെ ചെയ്തു വെച്ചത് എന്നുള്ള തരത്തിൽ പറയുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ പൊട്ടത്തരമാണ്. കാരണം കോൺഗ്രസ് ഭരണകാലത്ത് തന്നെ ചെയ്തു വെച്ച പല കാര്യങ്ങളും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് വിഴുങ്ങുകയാണോ എന്നതുപോലും സംശയകരമാണ്. കോൺഗ്രസിന് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മിണ്ടാട്ടമില്ല. കോൺഗ്രസ് ഈ പറഞ്ഞ രീതിയിൽ ആർക്കോ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന തരത്തിലോട്ട് കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്ന് വേണം ഇപ്പോഴത്തെ സിറ്റുവേഷൻ പറയാൻ. കാരണം കോൺഗ്രസിന്റെ ഭരണകാലത്തെ നടത്തിയ പല കാര്യങ്ങളും ഒക്കെ തന്നെയും കോൺഗ്രസിന് ഇപ്പോൾ ഓർമ്മയില്ല. കോൺഗ്രസ് ഇപ്പോൾ പൊടുന്നനെ വിഴുങ്ങുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ, അതെല്ലാം തന്നെ സംഘികളുടെ തലയിലോട്ട് ഇട്ടുകൊടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത്. ഇവിടെയുള്ള ജനങ്ങൾ ഭൂരിഭാഗവും പൊട്ടന്മാരല്ല എന്നുള്ള ചിന്ത ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് വേണമെന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അതിലാണ് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ ഈ വാക്കുകൾ ശരിക്കും പറഞ്ഞാൽ വളരെയേറെ ശ്രദ്ധിക്കപ്പെടേണ്ടതെന്ന് പറയുന്നത്.